450 വർഷത്തിലേറെ പഴക്കവും പാരമ്പര്യവുമുള്ള പുതുപ്പള്ളി മണ്ഡലം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ വേദി കൂടിയായിരുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ കാഴ്ചകളിലേക്ക്. പാരമ്പര്യങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ ചരിത്രങ്ങളും ഇഴപിരിയുന്ന പുതുപ്പള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദേശവും മത്സര തട്ടകവുമായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, പശ്ചാത്തല വികസന മേഖലകളിലെല്ലാം നേട്ടങ്ങൾ കൈവരിച്ച കാലമാണ് കടന്നുപോയത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട MLA ശ്രീ ഉമ്മൻചാണ്ടി നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്നത്. കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ട MLA റിക്വസ്റ്റ് കൊടുത്തു എങ്കിൽ മാത്രമേ കിഫ്ബിയുടെ ഭരണസമിതി അനുവാദം കൊടുത്ത് എസ്റ്റിമേറ്റ് എടുത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, പുതുപ്പള്ളി സെൻറ്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഏതാണ്ട് 6.7 കോടി രൂപ കൊടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്ന്. അതുമാത്രമാണ് തൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 2018 മെയ് മാസത്തിലാണ് ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. യഥാർത്ഥത്തിൽ 2018 തുടക്കം കുറിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കിഫ്ബിക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കിഫ്ബി പൈസ കൊടുക്കുന്നുണ്ട്, ധനസഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം പാമ്പാടി താലൂക്ക് ഹോസ്പിറ്റൽ. മെഡിക്കൽ കോർപ്പറേഷന് കിഫ്ബി മെഡിക്കൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് 1,32,00,000 രൂപയുടെ 10 ഡയാലിസിസ് യൂണിറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. മണർകാട് പുതുപ്പള്ളി പാമ്പാടി മീനടം റോഡുകൾ നിലവാരമുള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് 24.5 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പം UDFിൻ്റെ MLA കടുത്തുരുത്തിയിലെ ശ്രീ മോൻസ് ജോസഫിൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി വഴി ഏതാണ്ട് 14ഓളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി നാടിൻ്റെ വികസനം എന്ത് എന്ന് മനസ്സിലാക്കി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം എന്നതിന് ഒരു ചാർട്ട്, ഒരു കലണ്ടർ തയ്യാറാക്കി അതിന് വിധേയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിന് പകരം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ നടപ്പിലാക്കുമ്പോൾ തൻ്റെ മണ്ഡലത്തിന് ഒരു നയാ പൈസ പോലും നൽകിയിട്ടില്ല എന്ന വികസന വിരുദ്ധ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ നവീകരണമാണ് ആരോഗ്യ മേഖലയിൽ ഏറെ പ്രസക്തമായത്. 12 കോടിയിലേറെ രൂപയാണ് ആശുപത്രി വികസനത്തിനായി വിനിയോഗിച്ചത്. OP ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കി. 1.32 കോടി രൂപ ചെലവഴിച്ച് 10 ഡയാലിസിസ് സെന്ററുകൾ തുറക്കാൻ കഴിഞ്ഞതും ആശുപത്രിയെ ആശ്രയിക്കുന്ന അനേകർക്ക് ആശ്വാസമായി മാറി. കോട്ടയ്ക്കൽ ഗവൺമെന്റ് ആശുപത്രി നവീകരണവും യാഥാർത്ഥ്യമായതോടെ ആതുര സേവന രംഗത്ത് പുതുപ്പള്ളി പുത്തൻ ചുവടുവയ്പ്പുകളാണ് നടത്തിയത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ 100 കണക്കിന് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അക്കമിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. RIT ലോക നിലവാരത്തിലേക്ക് സാങ്കേതിക വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജിൽ 30 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഈ അടുത്ത ദിവസം 10 കോടി രൂപയുടെ മെൻസ് ഹോസ്റ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഉദ്ഘാടനം നടക്കുന്ന സാഹചര്യമുണ്ടായി. പാമ്പാടി താലൂക്ക് ആശുപത്രി കോട്ടയം താലൂക്ക് ആശുപത്രിയേക്കാൾ വികസന രംഗത്ത് ഉയർന്നു വരുന്ന ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് തയ്യാറായി. കഴിഞ്ഞ 5 വർഷക്കാലമായി 12 കോടി രൂപയുടെ
വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. മുമ്പ് സൂചിപ്പിച്ച ഡയാലിസിസ് യൂണിറ്റ്, ട്രോമ കെയർ യൂണിറ്റ്, അതേപോലെ തന്നെ പുതിയ OP ബ്ലോക്ക് തുടങ്ങി 12 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. തോട്ടയ്ക്കാട് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി, തോട്ടയ്ക്കാട് ഗവൺമെൻറ് ആശുപത്രി ഏതാണ്ട് 2,44,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഈ അടുത്ത കാലത്ത് നടന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാണ്ട് 18 കോടി രൂപ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ ഫലം കണ്ടപ്പോൾ അറിവിന്റെ പുതിയ ലോകമാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിജ്ഞാനത്തിന്റെ വിഹായസുകൾ സൃഷ്ടിക്കുന്ന RIT എഞ്ചിനീയറിംഗ് കോളേജ് ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. 30 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. വിദ്യാലയങ്ങളുടെ നവീകരണവും പഠന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി 186 കോടി രൂപയാണ് വിനിയോഗിച്ചത്. റോഡ് നവീകരണത്തിലൂടെ വികസനത്തിന്റെ പുതിയ പാതകളും മണ്ഡലത്തിൽ തുറന്നു. മണർകാട് പുതുപ്പള്ളി, പുതുപ്പള്ളി പാമ്പാടി, മീനടം റോഡുകളുടെ നവീകരണം 24.5 കോടി രൂപ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകേണ്ടതും റിക്വസ്റ്റ് നൽകേണ്ടതും നിയമപരമായി കിഫ്ബി കാണിക്കുന്ന അതാത് മണ്ഡലത്തിലെ MLA ആണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് കിഫ്ബിയിൽ നിന്നും തൻ്റെ മണ്ഡലത്തിൽ ഇന്ന പദ്ധതികൾക്ക് പൈസ അനുവദിക്കണം എന്ന നിവേദനം അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കിഫ്ബിയുടെ ഗവേണിംഗ് ബോഡി ഇത് ഡിസ്കസ് ചെയ്യും. ഫീസിബിൾ ആണെങ്കിൽ അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നത് കോട്ടയം ജില്ലയിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ നടന്നതിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം വികസന വിരുദ്ധത മാത്രം നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, കഴിഞ്ഞ 50 വർഷക്കാലമായി ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വിലയിരുത്തുമ്പോൾ എല്ലാ കാലത്തും അവഗണന മാത്രമാണ് പുതുപ്പള്ളിക്ക് അദ്ദേഹവും അതേപോലെ തന്നെ മുൻഗാമികളും നൽകിയിരുന്നതെങ്കിൽ അതിന് വ്യത്യസ്തമായി കോട്ടയം ജില്ലയിലെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും അത് വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ MLAമാർ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിച്ച് നടത്തുന്നു എന്നത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യമാണ് പുതുപ്പള്ളിക്കാർക്കുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.
വികസന പുതുയുഗ പിറവിയുമായി പുതുപ്പള്ളി മുന്നേറുകയാണ്. ഇനിയും ഏറെ വികസന കാതങ്ങൾ പിന്നിടുവാനുണ്ടെന്ന ചിന്തകളോടെ. കാസർഗോഡ് ജില്ലയുടെ പ്രധാന കേന്ദ്രമായ കാഞ്ഞങ്ങാട് വിവിധ സംസ്കാരങ്ങളുടെയും വ്യത്യസ്ത ഭാഷകളുടെയും സംഗമഭൂമിയാണ്. കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒട്ടേറെ കഥകൾ ഉറങ്ങുന്ന കാഞ്ഞങ്ങാടിൻ്റെ വികസന വെളിച്ചത്തിലൂടെയാണ് ഇന്നത്തെ യാത്ര. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് കാഞ്ഞങ്ങാട് വികസന പാതയിൽ മുന്നേറുന്നത്. തീരദേശ ഹൈവേ, ആധുനിക രീതിയിലുള്ള പാലങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് കിഫ്ബിയിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികൾ ഓരോന്നും നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പൊതുവായ വികസനത്തിന് ഏറെ സഹായകരമായിട്ടുണ്ട് എന്നതാണ് ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 42 കോടി രൂപയുടെ സാംസ്കാരിക കേന്ദ്രമാണ് തിരുമുമ്പിൻ്റെ പേരിൽ, സുബ്രഹ്മണ്യം തിരുമുമ്പിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പണി പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. കിളിയളം വരഞ്ഞൂർ റോഡ്, അത് കിളിയളം വരഞ്ഞൂർ റോഡിൻ്റെ അതിൽ വരഞ്ഞൂർ പാലം ഉൾപ്പെടെയുള്ളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരഞ്ഞൂർ മാത്രമല്ല പരപ്പ മുതൽ കമ്മാടം വരെയുള്ള സ്ഥലങ്ങളിലെ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ആ മേഖലയിലുള്ള ആളുകളുടെ ഗതാഗത സൗകര്യം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുശാൽ നഗർ ROB, കുശാൽ നഗർ ROBക്ക് 39.84 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രാഥമികമായ നടപടികളെല്ലാം പൂർത്തിയാക്കി അവിടുത്തെ ലാൻഡ് അക്വിസിഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ വാല്യുവേഷൻ, അവിടുത്തെ കെട്ടിടങ്ങളുടെയും മറ്റ് സ്ട്രക്ചറുകളുടെ എല്ലാം വാല്യുവേഷൻ തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. ഏതാണ്ട് പ്രവൃത്തി ആരംഭിക്കാൻ തക്കവണ്ണം തുടർന്നുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ. പുളിക്കാൽ, ആനപ്പെട്ടി, ബാനം 3 പാലങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വലിയ റോഡിൻ്റെ ആവശ്യമാണ്. ഇതിൽ പുളിക്കാൽ പാലം പൂർത്തീകരിച്ചു, ഉദ്ഘാടനം നിർവഹിച്ചു. ആനപ്പെട്ടി, ബാനം പാലങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റോഡാണ് പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ പ്രത്യേകമായി കിഫ്ബിയുടെ പ്രത്യേക ടീം വന്ന് പരിശോധിച്ച് പടന്നക്കാട് മേൽപ്പാലം മുതൽ വള്ളിരിക്കുണ്ട് വരെയുള്ള റോഡാണ്. അതിൽ വരുന്നതാണ് ഈ 3 പാലങ്ങൾ. ഈ 3 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ റോഡും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് കിഫ്ബി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. വികസന പാതയിലെ ഏറ്റവും മികവുറ്റ പദ്ധതിയായ കുശാൽ നഗർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് 37 കോടി രൂപയാണ് അനുവദിച്ചത്. 35 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നീലേശ്വരം പാലവും നാടിന് സമർപ്പിച്ചു. നീലേശ്വരം കാഞ്ഞങ്ങാട് റീച്ച് തീരദേശ ഹൈവേയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 50 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. കാഞ്ഞങ്ങാട് ഫ്ലൈ ഓവർ എന്ന സ്വപ്ന പദ്ധതിക്കും രൂപം നൽകിയത് മറ്റൊരു പ്രധാന ചുവടുവയ്പായി മാറി. 70 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയോര ഹൈവേ ആണ്. 2 റീച്ച് മലയോര ഹൈവേ ഈ നിയോജക മണ്ഡലത്തിൻ്റെ
മലയോരത്തുകൂടി കടന്നു പോവുകയാണ്. അതിൽ വനപ്രദേശങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയില്ലാത്തത് കൊണ്ട് യഥാസമയം പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ഏതാനും സ്ഥലം ഒഴിച്ചുള്ള മറ്റെല്ലാ ഹൈവേയുടെ പുറത്തും ഏതാണ്ട് 152 കോടിയിലധികം വരുന്ന വലിയ പദ്ധതിയാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരറ്റം മറ്റേ അറ്റം വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അതിപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. വനപ്രദേശത്തിന് പ്രത്യേകമായ അവിടുത്തെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നടപടികളുമായി ഇപ്പം മുന്നോട്ട് പോവുകയാണ്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര നമ്മുടെ ഒരേ സമയം ഹൈവേയിലുള്ള യാത്രാ തിരക്ക് കുറക്കാൻ സഹായകരമാവും, ചരക്ക് കടത്തിന് ഉൾപ്പെടെയുള്ളതിന് ഏറ്റവും കൂടുതൽ സഹായകരമായ രീതിയിൽ മലയോരത്തുകൂടി കടന്നു പോകാൻ കഴിയും. അന്തർ സംസ്ഥാന കർണാടകത്തു നിന്നും കേരളത്തിലേക്കും ഒക്കെ കടന്നു വരുന്നതിനുള്ള വലിയ സൗകര്യമാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ ഭാഗമായി കിളിയിടം വരഞ്ഞൂർ റോഡിന് 28 കോടി രൂപയാണ് വകയിരുത്തിയത്. 10 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നീലേശ്വരം ഇടഞ്ഞോട് റോഡ് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി. 42.10 കോടി രൂപയാണ് റോഡിന്റെ നിർമ്മാണ ചെലവ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് നമ്മുടെ മണ്ഡലത്തിൽ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തീരദേശത്ത് നിന്ന് അറബിക്കടലിൻ്റെ തീരത്ത് നിന്ന് ആരംഭിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ഓരങ്ങളിലെ പശ്ചിമഘട്ട അന്തർ സംസ്ഥാന കർണാടകത്തിലേക്ക് വരെ ചെന്നെത്തുന്ന റോഡാണ് ഹോസ്ദുർഗ് പാണത്തൂർ റോഡ്. ഹോസ്ദുർഗ് പാണത്തൂർ റോഡിൻ്റെ പ്രവർത്തനത്തിൽ വളരെ വലിയ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. കിഫ്ബി അതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളും സഹായങ്ങളും ഒക്കെ പല സന്ദർഭങ്ങളിലും ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായി 60 കോടി രൂപയുടേത് പ്രവൃത്തി ആരംഭിച്ചു. ആ പ്രവൃത്തിയുടെ ഏറെക്കുറെ ചില സാങ്കേതിക കാരണങ്ങൾ നീണ്ടുപോയ ചില പ്രശ്നമുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള എല്ലാ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് കാലതാമസം അതിലുണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു റോഡിൻ്റെ കാര്യമാണ് നീലേശ്വരം എടത്തൂർ റോഡ്. ഇതൊക്കെ 60 കോടി, ഇപ്പോൾ നീലേശ്വരത്തോടു കൂടി 53 കോടി രൂപയുടെ മറ്റാണ് അവസാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹോസ്ദുർഗ് പാണത്തൂർ റോഡ് നിർമ്മാണം 59.94 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കാഞ്ഞങ്ങാടിന്റെ വികസന പാതയിൽ മറ്റൊരു നാഴികക്കല്ലായി ഇത് മാറും. വിദ്യാഭ്യാസ രംഗത്തിന്റെ മികവിലൂടെ കുട്ടികൾക്ക് മികച്ച പഠനം ലഭ്യമാക്കുവാനുള്ള കർമ്മ പദ്ധതികളും തയ്യാറാക്കിയത് പ്രതീക്ഷാ നിർഭരമാണ്. സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 3 മുതൽ 5 കോടി രൂപ വരെയാണ് ഈ മേഖലയിൽ വിനിയോഗിച്ചത്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മടിക്കൈ പഞ്ചായത്തിലെ കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിനാണ് 5 കോടി രൂപ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പദ്ധതി വെച്ചത്. അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിനോടൊപ്പം മറ്റ് കുറച്ചുകൂടി സംഖ്യയെല്ലാം ചേർത്ത് 8 കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം 7 വിദ്യാലയങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതമുള്ള പദ്ധതികളും കിഫ്ബിയുടെ ഭാഗമായി ഈ കാലയളവ് വന്നിട്ടുണ്ട്. 13 വിദ്യാലയങ്ങൾക്ക് 1 കോടി രൂപ വരെയുള്ള കെട്ടിട നിർമ്മാണത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുകയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാഭൂരിപക്ഷവും പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പരപ്പ ഒഴികെ ഏതോ ഒരു കെട്ടിടത്തിൻ്റെയാണ് പണി കുറച്ച് സാവകാശത്തിൽ നടക്കുന്നത്. മറ്റെല്ലാം ഉദ്ഘാടനം അടക്കം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ 1 കോടി ആവുന്നത് 500 വരെയുള്ള സ്കൂളുകളിൽ 500 കുട്ടികൾ വരെയുള്ളിടത്ത് 1 കോടി, 1000 മുതൽ 1000-ന് മുകളിലുള്ളിടത്ത് 3 കോടി എന്ന രീതിയിൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം വിദ്യാലയങ്ങളിപ്പോൾ 13, 7, 20, 21 വിദ്യാലയങ്ങൾക്ക് കിഫ്ബിയുടെ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
മണ്ഡലത്തിന്റെ ദാഹമകറ്റുവാൻ വിവിധ ശുദ്ധജല പദ്ധതികൾ നടപ്പിലാക്കിയതും വികസന രംഗത്ത് പുതിയ അധ്യായം എഴുതിച്ചേർത്തു. 10.09 കോടി രൂപയാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി നീക്കിവച്ചത്. സ്വാതന്ത്ര്യ സമരസേനാനി TS തിരുമുൻപിന്റെ നാമധേയത്തിൽ മടിക്കൈ പഞ്ചായത്തിൽ 43.79 കോടി രൂപ വിനിയോഗിച്ച് ഉയർന്ന സാംസ്കാരിക നിലയവും കാഞ്ഞങ്ങാടിന്റെ തിരുനെറ്റിയിലെ തിലകക്കുറിയായി മാറുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ നിയോജക മണ്ഡലത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ ആരോപിക്കുൾപ്പെടെ വളരെ ദീർഘമേറിയ റോഡുകൾ തീരദേശത്ത് നിന്ന് പശ്ചിമഘട്ടം വരെയുള്ളത് ഉൾപ്പെടെ റോഡ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പറയുക, പല പ്രദേശങ്ങളിലേക്കുമുള്ള നിയോജക മണ്ഡലത്തിൻ്റെ അകത്ത് പല പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് ദീർഘമായ ദൂരമുള്ളത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തികളും ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കിഫ്ബി പദ്ധതിയിലൂടെ വലിയ നേട്ടമാണ് നിയോജക മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത മേഖലയിലും വികസന മുന്നേറ്റത്തിൻ്റെ മുദ്ര ചാർത്തി കാഞ്ഞങ്ങാട് കാലത്തിൻ്റെ കൈവഴികളിലൂടെ കുതിക്കുകയാണ്. നാടിൻ്റെ സ്വപ്നങ്ങളും സ്പന്ദനങ്ങളും ഹൃദയത്തിലേറ്റി.